വലിയ ഓഫീസ് സ്പേസ്, അതേപോലെ കുറെ ഫർണിച്ചേഴ്സ്, അതേപോലെ ഒന്ന് സക്സസ് ആകുമ്പോഴേക്കും ഇപ്പം ഫിലിം ഇൻഡസ്ട്രി ആയിക്കോട്ടെ ഏതും ആയിക്കോട്ടെ അത് കഴിഞ്ഞ് അപ്പം പ്രീമിയം കാറിലേക്ക് പോകും. അങ്ങനെ എക്സ്പെൻസുകൾ എങ്ങനെ കൂട്ടാൻ പറ്റുമോ അതാണ് ആദ്യം കൂടുന്നത്. അപ്പം ഞാൻ എല്ലാവരോടും പറയാറ് ഏറ്റവും മിനിമം തുടങ്ങാം. നിങ്ങൾ ആരെ മുന്നിലും ഷോഫ് കാണിച്ചിട്ട് കാര്യമില്ല. കാരണം നമുക്കൊരു സങ്കടം വന്നാലോ നഷ്ടം വന്നാലോ ആരും എടുത്തു തരില്ല. ഇപ്പം നേരത്തെ എൻ്റെ പാർട്ണർ നിതിൻ പറഞ്ഞവരെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് വെറും 200 സ്ക്വയർ ഫീറ്റ് എന്നാണ്. ആ 200 സ്ക്വയർ ഫീറ്റിൽ എൻ്റെ ഒരു അവസ്ഥ പറയുകയാണെങ്കിൽ ബിൽഡിംഗ് ഓണർ മുകളിലേക്ക് കയറി വരുമ്പോൾ ഞാൻ അപ്പുറത്ത് കൂടെ ഓടിയിട്ടുണ്ട്. കാരണം റെന്റിന് നോക്കുമ്പോൾ കൊടുക്കാണ്ടാവാറില്ല. കാരണം അതിനകത്ത് വരുമാനമൊന്നുമില്ല. ചില സമയത്ത് ഫയലുകൾ ഉണ്ടായില്ല, നേരത്തെ 0 ഫയലാണ്. ന്യൂസ് പേപ്പർ ഒരുപാട് കുത്തിത്തിരിക്കും, ഫയലിൻ്റെ എണ്ണം കാണിക്കും. ഇങ്ങനെയാണ് ഞങ്ങൾ തുടങ്ങിയത്. അതായത് അത്രയും വീട്ടിലുണ്ടായിരുന്ന നീൽക്കമൽ ചെയർ അച്ചപ്പോഴും പറയൂ ആകെ 2 ചെയറേ ഉള്ളൂ, അതൊന്ന് ഈ ഓഫീസിലേക്ക് കൊണ്ടുപോയി ഇനി ആരെങ്കിലും വന്നാൽ എവിടെ ഇരിക്കാനുള്ളത്, അത്ര അവസ്ഥയാണ്. കാരണം അങ്ങനെ തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. ഇന്ന് നമുക്ക് ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല പല കാര്യങ്ങൾക്കും. കാരണം എന്താ വെച്ചാൽ അതേപോലെ എപ്പോഴും നമ്മളൊരു വലിയ ഇൻവെസ്റ്റ്മെന്റ്, അത് കമ്പനി രജിസ്ട്രേഷനോ LLP രജിസ്ട്രേഷനോ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സ്ഥാപനത്തിൽ നമ്മൾ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ്. അധികം ആൾക്കാരും കാണാം ബ്രാൻഡഡ് ആയിട്ടുള്ള ചെയേഴ്സ് എടുക്കുക, മിനിസ്റ്റേഴ്സിന്റെ ചെയേഴ്സ്, അത് ഇത് ഫുൾ ലാവിഷ്. ഓഫീസിന്റെ ഇന്റീരിയർ ആണെങ്കിൽ നോക്കണ്ട, AC അങ്ങനെ. ഒന്ന് സക്സസ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പം ഒരു സിനിമ വിജയിച്ചാൽ പോലും ഒരു നടൻ തന്നെ ആദ്യം ചെയ്യുന്ന പരിപാടി ആദ്യം പോയി BMW അല്ലെങ്കിൽ ബെൻസ് ബുക്ക് ചെയ്യും. അതിന്റെ മെയിൻ്റെനൻസ് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ ഒരു വണ്ടിക്ക് ചെലവ് ഇപ്പൊ ക്ലാസ് കൊടുത്തി 1.5 ലക്ഷം രൂപയാണ് ചെലവാക്കി. അത് ഞങ്ങൾക്ക് ഇപ്പൊ താങ്ങാൻ പറ്റുന്നത് നമ്മളൊന്ന് സ്റ്റേബിൾ ആയതുകൊണ്ടാണ്. പക്ഷെ അതൊരു സ്റ്റാർട്ടിംഗ് ലെവലിൽ 1.5 ലക്ഷം രൂപ ചെലവാക്കാൻ എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പൊ ആദ്യം അവൻ താണു പോകാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. അതേപോലെ ബിസിനസ്സുകാർ പേടിക്കേണ്ട ഏറ്റവും വലിയ കാര്യം നമ്മളെ നിയമങ്ങളാണ്. കാരണം എപ്പോഴാണ് GST പിടുത്തം വിടുക, എപ്പോഴാണ് ഇൻകം ടാക്സ് പിടിക്കുക, അല്ലെങ്കിൽ എപ്പോഴാണ് അടുത്ത ഫുഡ് ആൻഡ് സേഫ്റ്റി വരിക, അവരൊക്കെ നിയമങ്ങൾ. ഇപ്പം ഞങ്ങൾ രാവിലെ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് വരികയാണ്, മാരത്തോൺ എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിൽ നമ്മളെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് സഹകരിച്ചുകൊണ്ട പ്രോഗ്രാം. അപ്പോൾ അതിൽ പറഞ്ഞ തന്നെ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനുഷ്യന്മാരെ നന്നാക്കാനാണ്. നമ്മുടെ ആസിഫ് അലി അടക്കം വന്നൊരു പ്രോഗ്രാം ആയിരുന്നു അത്. അപ്പം അതേപോലെ തന്നെ ഈ GST ഇൻകം ടാക്സും ഒക്കെ ഗവൺമെന്റിന് റവന്യൂ ഉണ്ടാവാൻ തന്നെയാണ്, നമ്മൾ ത്രൂ ആണ് അവർക്ക് റവന്യൂ ഉണ്ടാവുന്നത്. പക്ഷെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒരു കാര്യം എടുക്കാം. അവർ പലപ്പോഴും പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, കൊളാബ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഇൻകം അവരുടെ അക്കൗണ്ടിൽ 20 ലക്ഷം കഴിഞ്ഞ് അവർ GST എടുക്കണം. അവരിതൊന്നും എടുക്കൂല. അങ്ങനെ ഒരു 5-6 വർഷം കഴിയുമ്പോഴേക്കും നോട്ടീസ് വരും. നോട്ടീസ് വരുമ്പോൾ അതിന്റെ 18% ഇൻട്രസ്റ്റ്, അതിന്റെ പലിശ ഒക്കെ കൂടിയായിട്ട് പുള്ളിക്ക് അടയ്ക്കാൻ കഴിയില്ല. അങ്ങനെ എത്രയോ സ്ഥാപനങ്ങൾ കൂട്ടിപ്പോയതുണ്ട്. അപ്പൊ എപ്പോഴും നിയമങ്ങളും കൂടി പഠിക്കുക എന്നുള്ളതാണ് ഒരാളോട് പറയാനുള്ളത്. ഇൻകം ടാക്സ് കറക്റ്റായിട്ട് ഫയൽ ചെയ്യുക. ടാക്സ് അടയ്ക്കണം എന്ന് പറയുന്നില്ല. ഇൻകം ടാക്സ് ഒരിക്കലും ടാക്സ് അടയ്ക്കലല്ല, വെറുതെ എങ്കിലും റിട്ടേൺ എങ്കിലും ഫയൽ ചെയ്യണം. പല ആൾക്കാരും വിചാരം എന്താ, എനിക്ക് ഇൻകം ഇല്ലല്ലോ ഞാൻ ഇതിന് ടാക്സ് ഫയൽ ചെയ്യണമെന്നാണ്. ഇൻകം ഇല്ലെങ്കിലും ഫയൽ ചെയ്യണം ടാക്സ്. കാരണം ഇൻകം ടാക്സ് റിട്ടേൺ എന്നേ പറയുന്നുള്ളൂ, ഒരിക്കലും ടാക്സ് അടയ്ക്കാനുള്ള ഫോം അല്ല അത്.